ഓം നീം കരോളി ബാബായ് നമഃ. ഓം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സർവനാമ തത്തുല്യം രാമനാമവരാനനെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് ശർമ്മൻ ആറ്റിങ്ങൽ. ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മോക്ഷമാർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ പ്രപഞ്ചം എന്നത് പറയുന്ന ഈ സത്യം ഒരു അന്വേഷണമാണ്. അവനവനാര് എന്ന് ഉള്ള ഒരു അന്വേഷണമാണ് ഈ ജീവിതം തന്നെ. എവിടെ നിന്ന് വന്നുവോ അവിടെ തന്നെ എത്തിച്ചേരണം. അതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിൽ, കുളാർണവതന്ത്രത്തിൽ ഒക്കെ ഇതിനെപ്പറ്റി വളരെ വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാം ഒരു ചോദ്യോത്തരാണ്. അവനോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആര്, ഞാൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു, എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ ദൗത്യം? ഇതറിയുന്നില്ല. ഇത് തന്നെയാണ് സാക്ഷാൽ പരാശക്തി ഭഗവാനോട് ചോദിക്കുക. എന്താണ് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള മാർഗം? ശരിക്കും പരാശക്തി പോലും തിരിച്ചറിയുന്നില്ല ഞാൻ ആര്. ശിവനാണ് ധരിപ്പിക്കുന്നത്, ദേവി അങ്ങ് ആരാണ്, എന്താണ് അങ്ങയുടെ ദൗത്യം എന്നൊക്കെ ഭഗവാൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന സംവാദങ്ങളാണ്. ഇവിടെ ഭഗവതി ഭഗവാനോട് ചോദിക്കുകയാണ്. അതായത് ഭഗവതി എന്ന് പറയുന്നത് ശക്തി, ദൈവം എന്നത് ശിവൻ. അപ്പം ദൈവത്തിൻ്റെ ആ രൂപം കൈവരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവതി ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോ ഭഗവാന് ദേവിയോട് 112 മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, ധ്യാന മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ഭഗവാന് ഭഗവതിയോട് പറയുകയാണ്, ഈശ്വരനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഈശ്വരനിൽ എത്തിച്ചേരണം. ഈശ്വരനായി മാറുകയും വേണം. അതിനായി നമ്മുടെ ഉള്ളിലെ ഈശ്വര തത്വത്തെ കണ്ടെത്തുകയും വേണം. അതിനായുള്ള ധ്യാന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായുണ്ട്. ഈ ധ്യാനമാർഗം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആത്മീയ അനുഭവം അറിഞ്ഞാൽ മാത്രമേ ആ അനുഭൂതി ലഭിക്കുകയുള്ളൂ എന്ന് മഹാദേവൻ പാർവതിയോട് പറയുന്നു. ആത്മീയ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ പറ്റി പൂർണ്ണമായും അറിവുണ്ടായതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമില്ല. ആ യാത്ര പോകും തോറും താനേ ഈശ്വരനെ അറിഞ്ഞുകൊള്ളും. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് അമ്പേറ്റാൽ ആദ്യം ഒരു വൈദ്യൻ ചെയ്യേണ്ടത് എന്താ?
ആ അമ്പേറ്റ ആളുടെ ശരീരത്തിൽ നിന്നും ആ അമ്പിനെ വേർപെടുത്തി അയാൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ അമ്പ് എങ്ങനെ കൊണ്ടു, എന്തുകൊണ്ടാണ് ഈ അമ്പ് നിർമ്മിച്ചത്, ഇത് ഏത് രീതിയിലാണ് ഈ അമ്പ് വന്ന് തറച്ചത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും ഫലം? ചിലപ്പോൾ ഈ രോഗിക്ക് തന്നെ ആപത്ത് പറ്റി മരണം സംഭവിച്ചു എന്ന് തന്നെ വരാം. അപ്പോൾ ആദ്യമേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിലോട്ട് ഇറങ്ങണമെന്നില്ല. നമുക്കിറങ്ങാം, താനേ അതിനുള്ള മാർഗങ്ങളും പരിഹാരങ്ങളും വന്നുകൊള്ളും എന്ന് ഭഗവാൻ പരാശക്തിയോട് ഉപദേശിക്കുകയാണ്. അപ്പോ ആത്മീയത, ഈശ്വരനെ കുറിച്ച് സ്വന്തമായുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ, ഈശ്വരനിൽ ലയിച്ചിരിക്കുമ്പോൾ അവനവനുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് ഈ ആത്മീയതയുടെ സത്തായിരിക്കുന്ന ആനന്ദത്തെ അറിയുവാനും ആസ്വദിക്കുവാനും സഹായകരമാകും എന്ന് ഭഗവാൻ ഭഗവതിയോട് ഉപദേശിക്കുന്നു. അപ്പോൾ പറയുകയാണ് ഭഗവാൻ, പരമമായ ഊർജം അത് അവനവൻ്റെ ശ്വാസ നിശ്വാസങ്ങളാകുന്നു. ഊർജം എന്നത് ശ്വാസമാകുന്നു. ഊർജത്തെ നീ ശ്രദ്ധിക്കൂ, നിന്റെ ശ്വാസത്തെ നീ ശ്രദ്ധിക്കൂ. ശ്വാസ നിശ്വാസങ്ങളുടെ ഇടയിലുള്ള ആ ശൂന്യത, അതായത് ഗ്യാപ്പ്, അവിടെയും ശ്രദ്ധിക്കൂ. ശ്വാസത്തെയും നിശ്വാസത്തെയും അതിൻ്റെ ഇടയിലുള്ള ആ ശൂന്യതയിലും കേന്ദ്രീകരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അകത്തോട്ടും പുറത്തോട്ടും എടുക്കുന്ന ശ്വാസനിശ്വാസങ്ങളിൽ ആ ശൂന്യതയുടെ ആദ്യ ആരംഭത്തിലും അവസാനത്തിലും ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലാകും, ശൂന്യതയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്ന് മനസ്സിലാകും എന്ന് പരമശിവൻ ഭഗവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ 112 മാർഗങ്ങളിൽ ആദ്യത്തെ മാർഗമായി ഭഗവാൻ ഭഗവതിയോട് ഉപദേശിക്കുകയാണ്, സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുക. കണ്ണുകൾ സാവകാശം അടയ്ക്കുക. ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശേഷം ശ്വാസ നിശ്വാസങ്ങൾക്കിടയിലുള്ള ആ ശൂന്യതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത് പറയുന്നത്, നിയന്ത്രിക്കരുത്, സാക്ഷിയാവുക. അതായത് ശ്വാസത്തെ ഓരോ തരത്തിലും മുന്നോട്ടും പിന്നോട്ടും വിടുമ്പോൾ ഈ ശ്വാസത്തെ ഒരിക്കലും സ്വാധീനിക്കുവാനോ നിയന്ത്രിക്കുവാനോ ശ്രമിക്കരുത്. നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. എന്നാൽ മനസ്സിനെ അലഞ്ഞു തിരിയുവാനും വിടാതെ ഇരിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ പരിശീലനം തുടങ്ങുമ്പോൾ ശ്വാസം കൂടുതൽ സൂക്ഷ്മവും ശുദ്ധമായും മാറുന്നതായി
അനുഭവപ്പെടുന്നതാണ്. ഇങ്ങനെ സംഭവിക്കും തോറും മനസ്സ് പൂർണ്ണമായും ശാന്തമാവുകയും അതിലൂടെ ആദ്യം ആഴത്തിലുള്ള സമാധാനവും പിന്നീട് പറഞ്ഞറിയിക്കുവാനാകാത്ത ആനന്ദവും അനുഭവപ്പെടുന്നതായിരിക്കും എന്ന് പരമശിവൻ പാർവതിയോട് പറയുന്നു. അപ്പോൾ ശ്വാസം എന്നത് ഊർജമാണ്. ഊർജം എന്നത് പരമശക്തിയായ ദേവി തന്നെയാണ്. അതായത് ശ്വാസം നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ആരായി തീരുകയാണ്? ഈ ചോദ്യകർത്താവായ പരാശക്തിയായി തീരുകയാണ് നാം. അപ്പൊ ഈ ശ്വാസം എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ശ്വാസം. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈശ്വരനിൽ നിന്നും ഈശ്വരൻ നമ്മളിലേക്ക് വരികയും ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എവിടെ ചെന്ന് ചേരുന്നു? ഈശ്വരനിൽ തന്നെ വിലയം പ്രാപിക്കുകയും ലയിച്ചു തീരുകയും ചെയ്യുന്നു. ഈശ്വരനിൽ നിന്ന് വരികയും ഈശ്വരനിലോട്ട് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ശ്വാസത്തിന്റെ പ്രാധാന്യം എന്താ? ശ്വാസം എന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതിനാൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിന്റെ ഉത്ഭവത്തിലും ഇടവേളകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈശ്വരനിൽ തന്നെയാണ് നാം ശ്രദ്ധിക്കുന്നത് എന്നുള്ള പരമബോധം നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും എന്ന് പരമശിവൻ ഭഗവതിയോട് ഉപദേശിക്കുകയാണ്. അപ്പോൾ 112 മാർഗങ്ങളിൽ പ്രഥമമായ കാര്യം ശ്വാസനിശ്വാസങ്ങളെ ശ്രദ്ധിക്കുക എന്ന് സത്യമാണ്. അതിൽ ശ്രദ്ധിച്ച് ആ പരമമായ ആനന്ദത്തിൽ ലയിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം എന്ന് സാരം. അടുത്ത വിഷയത്തിനായി കാത്തിരിക്കുക. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഓം ശം നോ മിത്ര ശം വരുണ ശം നോ ഭവത്തുര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാം അവത് തദ്വക്താരം ഗവത് അവതു മാം അവത് വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി.